ഇപ്പോഴത്തെ അഖിലിനെയൊക്കെ അഖിലാക്കി മാറ്റിയതിൽ പഴയ കുറെ ഓണങ്ങളുടെ പങ്കുണ്ട്. ഈ ബിഗ് ബോസിലൊക്കെ വന്ന് നമ്മൾ കുറെ കളികളും ടാസ്കുകളും ഒക്കെ നമ്മൾ കളിച്ചു, പെർഫോം ചെയ്തു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എല്ലാ പ്രദേശത്തും ചെറിയ ചെറിയ എല്ലാ പ്രദേശത്തും ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും. ക്ലബ്ബുകൾ ഒരുപാട് ഓണപരിപാടികൾ സംഘടിപ്പിക്കും. അപ്പൊ അവിടെയൊക്കെ പോയിട്ട് പരമാവധി ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുക. ഈ സോപ്പ് പെട്ടിയാണ് കൂടുതലും സ്ഥലത്ത് സമ്മാനമായിട്ട് കിട്ടുന്നത്. കൂടുതലും പലർക്കും അതൊക്കെയാണ് സോപ്പ് പെട്ടി, സ്റ്റീൽ പാത്രം, മഗ് ഇതൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുന്ന ഒരു ആവേശം ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് ഓടി അവിടെ മത്സരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു മത്സരത്തിന്റെ ഒരു ആവേശവും അവിടെ ജയിക്കണം. ചിലതൊന്നും നമുക്ക് ഒരിക്കലും നമുക്ക് പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ പരിഹാസം കേൾക്കും. അപ്പൊ ഈ പരിഹാസം കേൾക്കുമ്പോഴത്തേക്ക് വാശി വരും. അങ്ങനെ നമ്മളുടെ ആ വാശിയിലൂടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം ഓണം പ്രധാനമായിട്ടും അതാണ്. പിന്നെ അതിനേക്കാളെല്ലാം ഉപരി ഈ പല സ്ഥലത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വരും. പിന്നീട് വളർന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും പല സ്ഥലത്ത് ജോലിക്ക് പോയി, പലരും വിദേശത്ത് പോയി. പിന്നീട് അവരെല്ലാവരും ഒത്തുകൂടുന്നത് ഈ ഓണ സമയത്താണ്. അപ്പൊ അങ്ങനെ ഈ ഒരു കൂട്ടായ്മയുടെ ഓണമായിട്ട് മാറും. ഒത്തുചേരൽ എന്ന് പറയുന്ന ഒരു വലിയ ആഘോഷമാണ്. രഞ്ജിനി ചേച്ചിയുടെ ഓണക്കാല ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? ഐ തിങ്ക് ഓണം എന്ന് പറയുമ്പം ഒബ്വിയസ്ലി എൻ്റെ ഫസ്റ്റ് മെമ്മറീസ് എന്നൊക്കെ പറയുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹോളിഡേയ്സ് കിട്ടുന്ന ഒരു 10 ദിവസം കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ ഹോളിഡേയ്സ് വരുമ്പം എനിക്ക് വളരെ സ്പെഷ്യൽ ആയ ഓർമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മായിയുടെ വീടുണ്ട്. അത് പാലാരിവട്ടത്താണ്. അവർക്ക് തറവാടാണ്. കുറച്ചുകൂടെ ട്രഡീഷണൽ സെറ്റപ്പാണ്. കുറേ കസിൻസ്, കുറേ ആന്റീസ്, അങ്കിൾസ് ഒക്കെ ഉണ്ട്. ഞാനൊരു ചെറിയ ഫാമിലി നിന്നാണ്. അപ്പൊ എനിക്ക് ഇത്ര കസിൻസ് ഒന്നുമില്ല. പക്ഷെ ആ സൈഡിൽ കുറെ പേരുള്ള. അപ്പൊ ഓണം വരുമ്പോൾ ഞങ്ങളെ അങ്ങോട്ട് പാക്ക് ചെയ്യും. അപ്പൊ അവിടെ പോയിട്ട് ഈ 3-4 ദിവസം അവിടെ ഉണ്ടാവും. അവിടുത്തെ അപ്പൂപ്പൻ ഞങ്ങൾക്ക് ഈ പഴയ കഥകളൊക്കെ പറഞ്ഞു തരും. വൈകുന്നേരം നാമം ചൊല്ലും. എനിക്കൊക്കെ അത് ഭയങ്കര ഡിഫറെന്റ് എക്സ്പീരിയൻസാ. എന്റെ വീട്ടിൽ അതൊന്നും നടന്നിട്ടില്ല. ഈ കുട്ടികളുടെ കൂടെ നമ്മൾ മരം കയറാൻ പോവും, ചക്ക അത് ഇത് ഒക്കെ പറിക്കുന്നു, അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു, ഫുൾ സീൻ. ആ മെമ്മറി എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ മനസ്സിലുണ്ട്. പിന്നെ പതുക്കെ വളർന്ന് എന്റെ ഓണം കുറെയൊക്കെ ഇങ്ങനത്തെ ഓണമായിരുന്നു. കുറെ സെറ്റില് നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ജോലിയുടെ ഭാഗമായിട്ട് ആഘോഷിക്കുന്ന ഓണം, ലൊക്കേഷൻ ഓണം. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഐ ഫെൽറ്റ് ദാറ്റ് യു നോ കൾച്ചറലി നമ്മളെല്ലാവരും ഒരു നമ്മുടെ നാടുമായിട്ട് അല്ലെങ്കിൽ കൾച്ചേഴ്സായിട്ട് ടച്ച് വിട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. ബിക്കോസ് ഞാൻ വേറെ വീട്ടിലാ, അമ്മ വേറെ വീട്ടിലാ, എല്ലാവരും വേറെ വേറെ സ്ഥലത്താ. അപ്പോൾ ഈ ഓണം സമയത്തെങ്കിലും ഞാൻ എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരണം. സോ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അമ്മയുടെ വീട്ടിൽ ഞാനൊരു കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ഒറ്റ ദിവസം, തിരുവോണ ദിവസം മാത്രം ഒരു പൂക്കളമൊക്കെ ഇട്ട് സദ്യയൊക്കെ ഓർഗനൈസ് ചെയ്ത് ഞങ്ങൾ അവിടെ അടിച്ചു പൊളിച്ച് ഓണം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്.